Hi everyone, this is Abin from Evika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം ആനിമോജി അല്ലെങ്കിൽ നമ്മുടെ മെമോജി നമ്മുടെ വാൾപേപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതും ഡെപ്ത് എഫക്റ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സംസാരിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ ഈ ഒരു മെമോജി എങ്ങനെയാണ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ മെസ്സേജിങ്സ് ആപ്പിലേക്ക് പോവാം. മെസ്സേജിങ് ആപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി കുറേ ഓപ്ഷനിൽ നമ്മുടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു മെമോജിയുടെ കളക്ഷൻ കാണും. നിങ്ങളുടെ ഡിവൈസിൽ ഒരു മെമോജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മുടെ ഈ കാണുന്ന 3 ഡോട്ട് കണ്ടോ, ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ നേരെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ന്യൂ മെമോജി എഡിറ്റ് എന്നുണ്ട്. നമ്മളൊരു പുതിയ മെമോജി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂ മെമോജി ക്രിയേറ്റ് ചെയ്തതിനാൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ വരും. ഈ ഓപ്ഷൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് നമുക്കൊരു മെമോജി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് മെമോജി എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു മെമോജി കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാനും പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു മെമോജിക്ക് ഞാനിവിടെ കൊടുക്കുന്ന ഡ്രസ്സിങ്ങിൻ്റെ കളറ് റെഡാണ്. കാരണം എൻ്റെ ഡിവൈസ് റെഡായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെമോജിക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് റെഡ് എന്ന് പറഞ്ഞ കളറ് ഞാൻ കൊടുത്തത്. നമ്മുടെ ഡിവൈസിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ആ ഒരു മെമോജിയുടെ കളറും അല്ലെങ്കിൽ മെമോജിയുടെ ഡ്രസ്സിങ് കളറും മാറ്റാൻ പറ്റുന്നതാണ്. ആഫ്റ്റർ ഓൾ നമ്മുടെ ഈ ഒരു മെമോജി ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് ബാക്കിലേക്ക് പോവുക, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. പിന്നീട് നമ്മുടെ മെമോജി കളക്ഷനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കുറേ അധികം മെമോജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു മെമോജി സെലക്ട് ചെയ്തു, അതിന് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെമോജി ഡെലിവറി ആയിട്ടുണ്ട്. നമ്മൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് സ്ക്രീൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഒന്ന് ക്രോപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഒരു മെമോജിയുടെ ഈ ഒരു ഹുഡിയുടെ കറക്റ്റ് സ്ഥാനത്തായിട്ട് നമുക്ക് ഈ ഒരു ക്രോപ്പ് സൈസ് സെലക്ട് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമുക്ക് ഡൺ കൊടുത്ത് നമ്മുടെ ഫോട്ടോസിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോസ് ആപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു മെമോജി നമുക്കിപ്പോൾ സേവ് ആയിട്ടുണ്ട്. അതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഷെയർ ടാപ്പ് ചെയ്യുക. നമ്മൾ നേരെ താഴത്തേക്ക് പോയിട്ട് യൂസേഴ്സ് വാൾപേപ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐഫോൺ ആ ഒരു ഡെപ്ത് എഫക്റ്റ് ആ ഒരു ഫോട്ടോന് വേണ്ടി ഡിറ്റക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ ടൈമിൻ്റെ നമുക്ക് അല്ലെങ്കിൽ ആ ക്ലോക്കിൻ്റെ ആ ഒരു ഫോണ്ടൊക്കെ നമുക്ക് മാറ്റി കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഡൺ ഓപ്ഷൻ കൊടുത്തതിന് നമുക്കത് പെയറായിട്ട് സേവ് ചെയ്യാൻ പറ്റും. പെയറായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ പറയുന്ന മെമോജി തന്നെയാണ്, നമ്മുടെ സ്വന്തം മെമോജിയാണ് ഈ ഒരു ഡിവൈസിൻ്റെ വാൾപേപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമുക്ക് ആ ഒരു മെമോജി നമ്മളുടെ ഐഫോണിൽ സെറ്റ് ചെയ്ത് അടിപൊളി ഒരു വാൾപേപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഇപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലയും കൂടെ എന്തായാലും എനേബിൾ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ thank you so much for watching this whole video. This is Abin Xavier signing from Evika.